തന്നെയാണ്. എന്ന് വരുമ്പോഴും ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നിൽക്കുന്നത്. ഓക്കെ താങ്ക് യു. പറയരുത്. എന്തൊട്ട് ഇത് എത്ര എവിടുന്ന് ഞങ്ങൾ വരണമെന്നറിയോ? ഇത് എന്തൊട്ട് ഒരു വണ്ടിക്ക് വേണ്ടിട്ട് എന്തൊട്ട് ഇത് എന്ന് ശരിയാക്കാൻ പറ്റുന്നുണ്ട്. നരകപാതയായി തൃശൂർ കുന്നംകുളം സംസ്ഥാന പാത. തൃശൂർ മുതൽ കുന്നംകുളം വരെയുള്ള യാത്ര നരകയാത്രയായി മാറി. ചൂണ്ടൽ മുതൽ കൈപ്പറമ്പ് വരെ റോഡിൽ അഗാധ ഗർത്തങ്ങൾ രൂപപ്പെട്ട അവസ്ഥയിലാണ്. ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന, ലക്ഷക്കണക്കിന് യാത്രികർ സഞ്ചരിക്കുന്ന റോഡ് ഗതാഗത യോഗ്യമല്ലെന്ന് തന്നെ പറയാം. കൈപ്പറമ്പ് മുതൽ തൃശൂർ വരെ പലയിടങ്ങളിലും റോഡിന്റെ പണി പാതി വഴിയിൽ നിർത്തിവെച്ച നിലയിലുമാണ്. ദിവസവും 100-ലധികം ആംബുലൻസുകൾ രോഗികളുമായി സർവീസ് നടത്തുന്ന സംസ്ഥാന പാതയുടെ ഗതികേടിൽ നാട്ടുകാർ വലഞ്ഞെങ്കിലും സർക്കാരിനെ ഒരു കുലുക്കവുമില്ല. വടക്കൻ കേരളത്തെയും തെക്കൻ കേരളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മധ്യ കേരളത്തിലെ ഏറ്റവും തിരക്കുള്ള സംസ്ഥാന പാതയാണ് തൃശൂർ കുന്നംകുളം പാത. MLA-മാർ ഈ റോഡിന്റെ പുനർനിർമ്മാണത്തിനായി ഒരു യോഗം പോലും വിളിച്ചിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കരാറുകാർ ഇട്ടെറിഞ്ഞു പോയതിനാൽ പുതിയ ടെൻഡർ നടപടികൾക്ക് കാലതാമസം ഉണ്ടാകും എന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഒഴുക്കൻ മട്ടിൽ പറഞ്ഞിട്ടുമുണ്ട്. എല്ലാ മഴക്കാലത്തും പൊതുമരാമത്ത് വകുപ്പ് ചെയ്യുന്നത് പോലെ ടാർ കലക്കിയ കുഴമ്പുപയോഗിച്ച് മണ്ണപ്പം ചുടുന്ന പോലെ മഴവെള്ളം നിറഞ്ഞ കുഴികൾ അടയ്ക്കാനുള്ള ശ്രമം മാത്രമായിരിക്കും ഇത്തവണയും പൊതുമരാമത്ത് വകുപ്പ് ചെയ്യുക. കാർ യാത്രികരും ബൈക്ക് യാത്രികരും ഈ വഴി വരുമ്പോൾ ശ്രദ്ധിക്കുക. രാത്രിയാത്ര ചെയ്യുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. മഴവെള്ളം നിറഞ്ഞു കിടക്കുന്ന അഗാധ ഗർത്തങ്ങൾ നിങ്ങളുടെ ജീവൻ എടുത്തേക്കാം. ഈ മേഖലയിൽ സമയം നഷ്ടപ്പെടുന്ന ബസ്സുകൾ സമയം തിരിച്ചു പിടിക്കുന്നത് ചൂണ്ടൽ മുതൽ പെരുമ്പലാവ് വരെയുള്ള മേഖലയിലാണ്. മത്സരയോട്ടങ്ങൾ ആ മേഖലയിൽ അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നുമുണ്ട്. റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ പണിമുടക്ക് പ്രഖ്യാപിക്കാൻ ബസ് ഉടമകളും ഇതുവരെ തയ്യാറായിട്ടില്ല. നരകപാത നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. നാം നരകയാത്ര തന്നെ തുടരേണ്ടി വരും.